പരീക്ഷണങ്ങളെന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും. പിതാക്കന്മാരുടെ കണ്ണുനീരിന് വിലമതിച്ച ദൈവമെന്നും എൻ്റെയും ദൈവം. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എൻ്റെയും ദൈവം. പകലിലും ഇരാവിലും ഞാൻ പാടിടും തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ. തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ. പരീക്ഷണങ്ങൾ എന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എൻ്റെയും ദൈവം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അല്പസമയം രാത്രികാലം ഉറങ്ങുവാനും ഉണർന്ന കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കലാ ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയനുസരിച്ച് സകല പ്രിയ മക്കളുമായി കടന്നു വരുന്ന കർത്താവേ, ഈ പ്രാർത്ഥനാ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ലത് പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. സമസ്ത ഭാരങ്ങളും ഏറ്റിരിക്കുകയാൽ നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുക കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്നും, പകർച്ചബാധകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചു കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ കർത്താവ്, ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാനമാ ഇന്ന് വരെ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയതാ. പൊന്നുകരം ചാർത്ത് പിടിച്ചതാ. വീഴാതെ താഴാതെ പൊന്നുകരം ചാർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തി വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു നല്ല പിതാവ് ഉള്ളതോർത്ത് സ്തോത്ര. അപ്പൻ്റെ പാത പിടിച്ച് ഞങ്ങളെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. യാത്ര പോകുന്ന മക്കളെ സമർപ്പിക്കുന്നവരുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന ഓരോ വാഹനത്തിലും പൊന്നുകരം ചേർത്ത് പിടിച്ചോണം. ആപത്തനത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കേണ്ട തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായ വിധത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ അപ്പാ. കടഭാരത്തിൽ നടവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സലിമാറാകണമേ. പാർക്കുവാൻ ഭവനമില്ലാത്ത ജീവിതങ്ങൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. ഭവനത്തെ പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ ചൊല്ലി വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. മദ്യപാനികൾക്ക് മാനസാന്തരം അയക്കണമേ കർത്താവേ. നിന്റെ കരുണയുടെ കരം ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വേണമപ്പാ. സമാധാനം, സന്തോഷം വേണം കർത്താവേ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാ അപ്പാ. ഹല്ലേലൂയ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രോഗങ്ങളുള്ള പ്രിയപ്പെട്ടവരെ തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ആണിപ്പഴുള്ള കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനത്താൽ ഓരോ മക്കൾക്കും സൗഖ്യം കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ്. ആരും വലയുവാനും ഭാരപ്പെടുവാനും സമ്മതിക്കല്ലേ കർത്താവേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായപ്പാ. ഗിലിയാദിലെ സുഗന്ധക്കൊഴുവുമായി കടന്നു വന്ന് എല്ലാവരുടെ മേലും അതൊന്ന് പൂശുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗം ആശ്വസിപ്പിച്ച് പ്രത്യാശയോടെ വഴി നടത്തണമേ കർത്താവേ. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കൊച്ചു കേരളത്തോട് മനസ്സലിയണമേ കർത്താവേ. പ്രകൃതി ക്ഷോഭത്തിൽ നിന്നൊക്കെ വിടുവിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. പകർച്ചബാധകളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. നിൻ്റെ സ്നേഹത്തിൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാ. സ്വർഗീയ സമാധാനം ഓരോ മക്കൾക്കും നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. അതിലുപരിയായി പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.